സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ഏകാദശിയാണ് ഡിസംബർ 11. ഉത്ഥാന ഏകാദശി എന്നാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത്. ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന സുദിനം. ഗുരുവായൂരില് എന്തൊക്കെയാണ് ഈ ഏകാദശിക്ക് കുറച്ച് പ്രത്യേകതകൾ? ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി. ഗീതാദിനമായിട്ടും ഈ ഏകാദശി പറയുന്നവരുണ്ട്. അതിൽ തന്നെ എതിരഭിപ്രായം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ധനുമാസം 1-ാം തീയതിയോട് കൂടിയിട്ടാണ് അത്ര മഹാഭാരതം ആരംഭിച്ചത്. ഒരു ഗജേന്ദ്രനാണ് സാക്ഷാൽ ഗുരുവായൂർ കേശവൻ. ഇനിയിപ്പോ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ നമുക്ക് ഏകാദശി എങ്ങനെയാണ് നോക്കാം. അപ്പൊ അത് പല ആളുകൾക്കും പല രീതിയിൽ പറയാം. എന്താ അങ്ങനെയാണ് കാരണം വൃദ്ധന്മാരുടെ ആരോഗ്യസ്ഥിതി അല്ല ഗർഭിണികളുടെ ആരോഗ്യസ്ഥിതി അല്ല പാലൂട്ടുന്ന അമ്മമാർക്ക്, അവരുടെ ആരോഗ്യസ്ഥിതി അല്ല ഒരു ബാലകന്, അവരുടെ ആരോഗ്യസ്ഥിതി അല്ല കൗമാരത്തിലും യൗവനത്തിലും നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ ശരിക്കും ഈ വ്രതമൊക്കെ നന്നായിട്ട് അനുഷ്ഠിക്കാൻ പറയുന്നത് ഈ കൗമാരം അല്ലെങ്കിൽ യൗവനം ഒക്കെ നിൽക്കുന്ന ആൾക്കാരോടാണ്. പിന്നെ മറ്റവർക്ക് കുറച്ചൊരു എക്സംഷൻസ് ഒക്കെ ഉണ്ട്. അതുണ്ടാവൂലോ, ഭഗവാനല്ലേ, ഇത്രയും ദയാലുവായിട്ടുള്ള ആളല്ലേ, അങ്ങനെ കണ്ണീശ്വരക്കാരനൊന്നല്ല. നമ്മുടെ ഇഷ്ടവരം ചെയ്യുന്ന അപ്പൊ പ്രത്യക്ഷപ്പെടുന്ന മൂർത്തിയാണ്. കുറച്ച് കുട്ടിക്കളി കളിപ്പിക്കലൊക്കെ ഉണ്ടാവും, ചിലത് വേണമെന്നൊക്കെ വിചാരിക്കാം, പക്ഷെ വേണമെന്ന് വിചാരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിലും ഭക്തന് മനസ്സ് വിഷമിച്ച അതിന്റെ ഇരട്ടി വിഷമിക്കുന്ന ആളാണ് ആ ശ്രീലകത്തിരിക്കുന്നത്. അപ്പം ഏകാദശിയുടെ ബാക്കി കാര്യങ്ങൾ പറയല്ലേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകാദശി ദേവി അത് ശരിക്കും പറഞ്ഞാൽ പുരാസുരനായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് 1000 വർഷത്തെ യുദ്ധമൊക്കെ അത്ര. അപ്പൊ മഹാവിഷ്ണു ഒന്ന് ബദരീനാഥിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗുഹയിൽ പോയിട്ട് അദ്ദേഹം അവിടെയുള്ള ഒരു ഗുഹയിൽ പോയിട്ട് 1000 വർഷം യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ അദ്ദേഹം ആ ഗുഹയിൽ ഒന്ന് പോയിട്ട് ഒന്ന് നിദ്ര അല്ലെങ്കിൽ യോഗനിദ്രയിൽ അല്ലെങ്കിൽ ഒന്ന് മയങ്ങി തന്നെ ഓർത്തോളൂ. ആ സമയത്ത് പുരാസുരൻ ഇത് തന്നെ തക്കം ഓർത്തിട്ട് ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ ദേഹത്തു നിന്ന് വന്നിട്ടുള്ള ആളാണ് അത്ര ഏകാദശി. അങ്ങനെ ഈ ഏകാദശി ദേവിയാണ് ഭഗവാന് പകരം മുരാസുരനെ കൊന്നത്. ഈ 1000 വർഷമൊന്നും വേണ്ടില്ല, ഭഗവതി ഒറ്റ വെട്ട് ആള് തീർന്നു. അത്ര മനസ്സിലായില്ല ഏകാദശിയുടെ ആ ഒരു പവർ. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെ പറയുമ്പോ അങ്ങനെ ഭഗവാൻ തന്നെയാണ് പിന്നീട് അനുഗ്രഹിച്ച് ഈ ഭഗവതിയൊക്കെ ആരാ ചോദിക്കുക, ഏകാദശിയാണ് ഞാനാണ് അങ്ങക്ക് വേണ്ടിയിട്ട് മുരാസുരനെ കൊന്നെന്നൊക്കെ ഭഗവാൻ വന്ന ശേഷമൊക്കെ പറയണത്. അങ്ങനെ ആ ഇരിക്കുന്ന ഏകാദശിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ എല്ലാവരും നോറ്റ് കഴിഞ്ഞാൽ നിന്നെ ഈ ഒരു ചാന്ദ്രമാസത്തിലെ ഏകാദശി ദിവസം നിന്നെ നോക്കുന്ന ആൾക്കാർക്ക് വിഷ്ണുപദം എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു അത്രേ. പക്ഷെ അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം നമ്മുടെ എന്താണ് ഉള്ളൂര് പറയുന്ന ഒരു ഇതില്ലേ, വേഷമിനിക്കെന്തെന്ന് വിധിപ്പത് വിധിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയൻ കൃത്യം. അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എല്ലാവരും നന്മ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതാവില്ലേ, ഒരു ഇംബാലൻസ് വരരുത് അല്ലെ. ഭയങ്കരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ തൂക്കം വന്നു കഴിഞ്ഞാൽ ത്രാസ് ഇതാവല്ലേ ഉള്ളൂ. എല്ലാം ബാലൻസ് ആവണം അല്ലെ. അപ്പൊ ദുഷ്ടന്മാരും വേണം, നല്ലവരും വേണം. അപ്പൊ എല്ലാവരും ഏകാദശി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുറച്ചൊക്കെ അതിൽ തെറ്റണവർക്കൊക്കെ അതല്ലാതെ ആൾക്കാരാണ്. അവർ ദുഷ്ടന്മാരായി എന്നല്ല ഞാൻ പറയണത്, മനസ്സിലായല്ലോ, പറഞ്ഞ അർത്ഥം മനസ്സിലായിണ്ടാവൂലോ. അപ്പൊ അതിൽ തന്നെ ചിട്ട പറയാണ്, ഇന്നതൊക്കെയാണ് ഏകാദശിയുടെ ചിട്ട, ഇത് മാറിയുന്ന ആൾക്കാർക്ക് അതിന്റെ ഫലം കുറയുന്നതാണ്. അപ്പൊ ഏകാദശി ദിവസം തുളസി പൊട്ടിക്കരുത് അത്രേ. തുളസി ദേവി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പൊ തുളസി ദേവി അന്ന് ഏകാദശി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദേവിയെ ശല്യം ചെയ്യരുത് പൊട്ടിച്ചിട്ടെന്നാണ് പറയുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഏകാദശി ദിവസം തുളസി തീർത്ഥമൊക്കെ കഴിക്കുന്ന ആൾക്കാര് ദശമിക്ക് തലേ ദിവസം എന്താണ് ആ സൂര്യാസ്തമയത്തിന് മുന്നേ തുളസി ദേവിക്ക് തീർത്ഥമൊക്കെ തളിച്ചിട്ട് ഭഗവതിയുടെ അനുഗ്രഹത്തോടുകൂടി അനുവാദത്തോടു കൂടിയിട്ട് തുളസി പൊട്ടിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുകയോ ചെയ്യാം. ആ വെള്ളം നമുക്ക് പിറ്റേ ദിവസം കുടിക്കാം എന്നാണ് പറയുക. അല്ലാതെ ഒരിക്കലും ഏകാദശി സമയത്ത് ദശമിയുടെ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്തും തുളസി പൊട്ടിക്കരുത്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ദ്വാദശിക്ക് പാരണ കിട്ടണമെങ്കിൽ തുളസി തീർത്ഥം വേണം. അത് ദ്വാദശി കഴിഞ്ഞാൽ പൊട്ടിക്കാം കേട്ടോ. അതിലത്തെ സൂര്യോദയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാം ശരിക്കും കേട്ടോ. അപ്പൊ അതിനുശേഷം പിന്നീട് പറയുന്നതാണ് ധാന്യങ്ങൾ കഴിക്കരുത്. ഈ ധാന്യത്തില് മോഹിനിയുടെ അംശമുണ്ട് അല്ലെങ്കിൽ അസുരന്റെ അംശമുണ്ട് എന്താ വെച്ചാൽ പറയാം. ആ ഒരു സമയത്ത് നമ്മൾ ധാന്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്രതത്തിന്റെ പകുതി മോഹിനി കൊണ്ടുപോകുന്നാണ് പറയുന്നത്. മോഹിനിയുടെ കഥ അറിയാലോ, രുക്മാംഗതൻ ഇത്രയും ഏകാദശി നോട്ടിരിക്കുന്ന സമയത്ത് യമദേവന്റെയും ബ്രഹ്മദേവന്റെ ഒരു ബുദ്ധി പ്രകാരം വന്നിട്ടുള്ള ആളാണ് മോഹിനി. അങ്ങനെ ആ സമയത്ത് മോഹിനിയുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ധർമാംഗതന്റെ തലയല്ല,
ഈ എരുമാകതിന്റെ ഏകാദശി പോലെയാണ് അല്ലെ. അപ്പൊ അതിൽ തോറ്റുപോയത് കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ വ്രതെങ്കിൽ അതെങ്കിലും അത് എന്നുള്ള രീതിയിൽ മോഹിനി നോക്കി നടക്കും. ആരാ ഇത് പ്രശ്നമാക്കണം. അപ്പൊ അതിൽ നിന്ന് ആ പുണ്യം മോഹിനിക്ക് എടുക്കാമല്ലോ. അങ്ങനെ ആ സമയത്ത് ഇപ്പൊ പറയാ ചില ധാന്യങ്ങൾ കഴിക്കരുതാണ്, പ്രത്യേകിച്ച് നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. നെല്ല് പ്രത്യേകിച്ച് നമ്മൾ അരിയാഹാരം കഴിക്കില്ല. ഇപ്പൊ തലേ ദിവസം നമ്മൾ ഏകാദശി നോക്കണേന്റെ എങ്ങനെയാണ് ദശമിക്ക് വെക്കുക വെച്ചാൽ തലേന്ന് ആ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ വെച്ചാൽ ഒരു നേരം, അതായത് ദശമിയുടെ സൂര്യാസ്തമയത്തിന് ശേഷം അരിയാഹാരം കഴിക്കരുത്. പ്രത്യേകിച്ച് ഒരിക്കലേ പാടുള്ളൂ വെച്ചാൽ അന്ന് രാവിലെ ദശമിയുടെ രാവിലെ അരിയാഹാരം കഴിക്കുക വെച്ചാൽ അതിൽ നിർത്തുക, ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് വെച്ചാൽ അതിൽ നിർത്തുക, ഒരിക്കലും എടുക്കുക. ബാക്കി ഭക്ഷണങ്ങൾ കഴിക്കാം, പക്ഷെ അരിയാഹാരം ഒരു നേരേ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അന്ന് വേറെ ഒന്നും കഴിക്കാതെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചെടുക്കണവരുണ്ട്, അത് വലിയ പുണ്യാത്മാക്കള്. അതിന്റെ കാര്യം വേറെ, ഞാൻ അങ്ങനെ എടുക്കാറില്ല, ഒരിക്കലും നോക്കിയുള്ളൂ. ബാക്കി പഴോ ബാക്കി ധാന്യം വേറെ ഗോതമ്പൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഏകാദശി ദിവസം എങ്ങനെയാണ് പൂർണ്ണമായിട്ടും അരിയാഹാരവും ധാന്യങ്ങളും വർജിക്കണം എന്നാണ്. ചില ആൾക്കാർ പറയും ഗോതമ്പൊക്കെ പറ്റില്ല, അതൊക്കെ ധാന്യം തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം നമ്മൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ അവിടെ ഏകാദശി ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം തന്നതിൽ ഗോതമ്പിന്റെ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കണം, അത് നിങ്ങളുടെ ചോയ്സ് ആയിട്ട് വിടുകയാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, സത്യമായിട്ട് പറയാച്ചാൽ ഞാൻ അന്ന് ഒരു ചപ്പാത്തിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗോതമ്പിന്റെ ചോറ് ഇവിടെ എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട്, അപ്പൊ ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വ്രതഭാഗ്യം വന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ അരിഹാരം കഴിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ ധാന്യങ്ങളാണ് വേണ്ടെന്ന് വെക്കണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതാവാട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ബാക്കി പഴങ്ങൾ മാത്രമായിട്ട് കഴിക്കണവരുണ്ട്, പാലും പഴവും മാത്രം കഴിക്കണവരുണ്ട്, ഇല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ആ ദിവസം പോണ ആൾക്കാരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആയിട്ട് എടുക്കുക. മാത്രമല്ല പിറ്റേ ദിവസം ദ്വാദശിക്കും ഇതേപോലെ തന്നെ നമ്മൾ രാവിലെ സൂര്യോദയത്തിന് ശേഷം പാരണം ഇവിടെ വെച്ചാൽ ഒരു മാക്സിമം നമുക്ക് അതിനൊരു സമയമുണ്ട്. എന്നിരുന്നാലും ഒരു 7 മണിക്ക് മുന്നേ തന്നെ അല്ലെങ്കിൽ 6-6:30 ആകുമ്പോഴേക്കും ദ്വാദശി ദിവസം രാവിലെ പാരണ വീടുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തുളസി ജലവും പിന്നെ കുറച്ച് അരി, ചന്ദനം, തുളസി ഇല അതെല്ലാം കൂടി എടുത്ത് കഴിക്കുക. ഇത്തിരി നെയ്യ് കൂട്ടണം കേട്ടോ, അങ്ങനെയാണ് പറയാം. ആ നെയ്യ് കൂട്ടി കഴിക്കുന്നതാണ് ദ്വാദശി ദിവസം കഴിക്കുക. പിന്നെ ചില ആൾക്കാർ നെല്ലിക്കയും കഴിക്കും. നെല്ലിക്കൊന്നും ഏകാദശി ദിവസം കഴിക്കില്ല, ദ്വാദശി ദിവസമാണ് നെല്ലിക്ക കഴിക്കുക. നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുക, അല്ലെങ്കിൽ കഴിക്കണം തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങളുടെ ഇതുപോലെ ചെയ്യുക. ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നിർബന്ധിക്കുന്നില്ല, കഴിച്ചിട്ടുണ്ടെന്നെങ്കിലും. പാരണ വിടുക, കാരണം അത് നമ്മളൊരു ഇത്രയും നേരം നമ്മൾ അരിയാഹാരം ഒന്നും കഴിക്കാതെ പോയതിന്റെ ആ വ്രതം അവസാനിപ്പിച്ച് ഭഗവാനെ നമസ്കരിച്ചിട്ട് ആ വ്രതത്തിന്റെ പൂർണ്ണത കൈവരുന്ന സമയമാണ് ദ്വാദശി. അപ്പൊ നിങ്ങൾ ഗുരുവായൂരാണെങ്കിൽ ദ്വാദശി സമർപ്പിക്കുക. അത്രയും യജ്ഞാചാര്യന്മാരും ഒക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് അവരത്രയും നാള് ചെയ്തിരുന്ന വേദങ്ങളെ പരിപാലിച്ചുകൊണ്ടുള്ള ആ യജ്ഞങ്ങൾക്കും അല്ലെങ്കിൽ ഭഗവാൻ ഇത്രയും ആരാധിച്ചിട്ടുള്ള ആ മഹത് വ്യക്തികളെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നും അവർക്ക് അത് ചെയ്തിട്ട് മാനവരാശിക്ക് മൊത്തം നല്ലത് വരുത്തുന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക് അവർക്ക് നോക്കാൻ പറ്റുന്ന ഒരു സംഖ്യ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറ്റുന്നത് അത് കൊടുക്കുന്നതാണ് ദ്വാദശി സമർപ്പണം. അപ്പൊ നമ്മളാൾക്ക് എന്തിനേയും നമ്പൂരിമാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് അവർക്കൊക്കെ ദക്ഷിണ ഇഷ്ടംപോലെ കിട്ടില്ല, അങ്ങനെയല്ല അത്. ഓക്കെ. അപ്പൊ അവരുടെ ആ കാര്യം ഒരിക്കലും ഒരു യജ്ഞവും അവനവന്റെ ആ കാര്യത്തിന് വേണ്ടി നടക്കാറില്ല. യജ്ഞങ്ങൾ മഴ പെയ്യാനും അല്ലെങ്കിൽ ധാന്യം സമർപ്പിക്കും, പശുക്കൾ ഉണ്ടാവാനൊക്കെ സമർത്തുന്നത് എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ ആ ഇല്ലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. അപ്പൊ അവര് ചെയ്യുന്ന സാമൂഹിക നന്മയ്ക്ക് ആ വ്രതശുദ്ധിക്ക് അത് ഭംഗം വരുത്താതെ അവരുടെ ആ യജ്ഞാഗ്നി ഒരിക്കലും കെടാവിളക്കായിട്ട് തന്നെ നിന്ന് നന്നായിട്ട് പോവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു പൈസ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് ഇന്നതിനാണോ അങ്ങനെ കണക്ക് പറഞ്ഞു കൊടുക്കരുത്. അത് ഇത്ര ഭാഗം അവരെടുത്തിട്ട് ബാക്കി ഗുരുവായൂരപ്പനാണ് അതിൻ്റെ ഇത് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഭഗവാന്റെ ധനം? അങ്ങനെയല്ല, ഭഗവാന്റെ ആ ഒരു പ്രവർത്തിക്കുന്ന ആ ഒരു മണ്ഡലം ഉണ്ടല്ലോ, അത് സുഗമമായി പ്രവർത്തിച്ചു പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് വേറൊരു ദിവസം ഞാൻ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞു നീ എന്തിനാണ് ദക്ഷിണ ഇടുന്നത്? നമ്മൾ എത്ര രൂപ, 500 രൂപയാണോ 1 രൂപയാണോ അതിലല്ല കാര്യം. നമ്മൾ എന്താണോ സമ്പാദിച്ചത് അത് ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടി സമ്പാദിച്ചിരുന്ന ഒരു പങ്ക് അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. അത് അത്രയുള്ളത് ഭഗവാൻ തന്നതിൽ തന്നെയാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ വേറെയും അതിന് ദക്ഷിണ വെക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ പറയാം. ഇതിന്റെ കൂടെ ഞാൻ കൂട്ടിക്കൊഴിക്കുന്നില്ല. ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഏകാദശി നോക്കുക വെച്ചാൽ ബാക്കിയുള്ളപ്പോ പറഞ്ഞില്ലേ, അമ്മമാരും മുലയിട്ടുന്ന അമ്മമാരെന്നൊക്കെ അവർക്കൊക്കെ ഭക്ഷണം കഴിക്കാം.
അപ്പൊ അരിയാഹാരം ഒന്ന് മാറ്റി നിർത്താൻ വലിയ കുഴപ്പമുണ്ടാവില്ല, ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ. അതുപോലെ മരുന്ന് കഴിക്കണവര് അവരൊക്കെ വെള്ളം മാത്രം കുടിച്ച് നിൽക്കണം എന്ന് ആരും പറയാറില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പഴങ്ങളോ ബാക്കി എന്താ വെച്ചാൽ അരി അല്ലാതെ എന്താ വെച്ചാൽ നമുക്ക് കഴിക്കാമല്ലോ, പാലോ ഗോതമ്പോ എന്താ വെച്ചാൽ കഴിക്കുക. അല്ലെങ്കിൽ ചില ആൾക്കാർ കൂവയൊക്കെ കഴിക്കണം ഞാൻ കണ്ടിട്ട്. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം കേട്ടോ, കൂവ കിഴങ്ങാണല്ലോ. അതുപോലെ തന്നെ കപ്പയോ അല്ലെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കഴിക്കുന്ന സാബുദാന എന്നൊക്കെ കിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ ചൗവരി അല്ലേ, അതെ ചൗവരി തന്നെ, ആ ഒരു സാധനമൊക്കെ കണ്ടിട്ടില്ലേ, അതെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കപ്പയുടെ എടുക്കുന്നതാണെന്ന് പറയാം. അപ്പൊ അതൊക്കെ കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനെ പോവാം. പക്ഷെ വെള്ളമെങ്കിലും കുടിക്കണം, കാരണം നിർജ്ജല ഏകാദശി അല്ല, അത് വേറെയാണ്. അത് ഭീമനൊക്കെ നോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഏകാദശിയാണ്, അത് ഇതിലല്ല. വെള്ളം കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ കാരണം അത് നിർജ്ജല ഏകാദശി, അത് വേറെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് എന്തൊക്കെയാ പറയണ്ടേ, എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് തലേ ദിവസം ദശമി, അതുപോലെ തന്നെ ഏകാദശി ദിവസം, ദ്വാദശി ദിവസം. ദശമി ദിവസം തന്നെ ഒരിക്കലെടുക്കുക, രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞിട്ടേ വെള്ളം പോലും കുടിക്കാവൂ. അതെല്ലാ വ്രതത്തിനുള്ളതാണ്. പറ്റെങ്കിൽ വെറും നിലത്ത് കിടക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നൊക്കെ ഉണ്ട്. നിങ്ങളുടെ ശാരീരിക സ്ഥിതി അത് വലിയ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഇതൊന്നും പറ്റില്ല വെച്ചാൽ അത് വിട്ടേക്കും, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ രീതിയിൽ ഒരു വ്രതം എങ്ങനെ അനുഷ്ഠിക്കേണ്ടത് നമുക്കറിയാലോ, ആ രീതി നമുക്ക് നോക്കാം. അപ്പൊ രാവിലെ എണീറ്റ് കുളിക്കണം, അത് ഏകദേശം ഒരു 6 മണിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ കുളി കഴിഞ്ഞിരിക്കണം. സൂര്യോദയത്തിന് ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ കുളി കഴിയണം. അതിനുശേഷം ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമോ, ഭഗവാനെ എന്തൊക്കെ നാമമുണ്ട്, കൃഷ്ണ ഗുരുവായൂരപ്പാന്നെങ്കിലും വിളിക്കുക, അതിനപ്പുറം വലിയ നാമൊന്നുമില്ല, അതങ്ങനെ ചെയ്യുക. അത് ചെയ്യുക, ഒരിക്കൽ കഴിക്കുക. രാത്രി വേണമെങ്കിൽ അന്ന് രാത്രി ഒന്നും കഴിക്കാതിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലഘുവായിട്ട് കഴിക്കുക. നിങ്ങൾ അതാണ് വ്രതം എടുത്ത് വെച്ചിട്ട് അന്ന് ഒരു 5-6 ഏത്തപ്പഴം കഴിക്കുക, അല്ലെങ്കിൽ ഒരു 2-3 ആപ്പിൾ കഴിക്കുക, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതിന് മിതത്വം വേണം. ഒരുപാട് അങ്ങനെ വലിച്ചു വാരി കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിക്കാൻ വെച്ചത് വ്രതമല്ല, അത് ചെയ്യുക. ഏകാദശി തന്നെ ദിവസം രാവിലെ ഇതേപോലെ തന്നെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടേ വെള്ളം കുടിക്കാവൂ. അന്ന് തുളസി ഒന്നും പൊട്ടിപ്പോയി പൊട്ടിക്കാതിരിക്കും. അന്ന് വേണമെങ്കിൽ നിങ്ങൾ പഴങ്ങളൊക്കെ കഴിക്കാച്ച അങ്ങനെ ചെയ്യുക, പാല് കുടിക്കാച്ച അങ്ങനെ ചെയ്യുക. ഇനി ഒന്നും കഴിച്ചില്ലേ വെള്ളം മാത്രം കുടിക്കാച്ച അതായാലും മതി. പക്ഷെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് മതി. വെറുതെ തല കറങ്ങി വീണിട്ട് ബുദ്ധിമുട്ടാകാൻ നിൽക്കണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്കതിൽ കുറെ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അത് കഴിച്ചുകൂടെ. ഇപ്പൊ ഷുഗർ ലെവൽ താഴുക അങ്ങനത്തെ ബുദ്ധിമുട്ടിലേക്കൊന്നും ആരും പോകരുത്. അത് കഴിഞ്ഞിട്ട് അരിയാഹാരം ഒഴിവാക്കുക, ഉറങ്ങരുത്. ഒരിക്കലും ഏകാദശി ദിവസം ഉറങ്ങരുതെന്നാണ് പറയാം. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഫലം മോഹിനി കൊണ്ടുപോകത്രേ. വെറുതെ എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മോഹിനിക്ക് കൊടുക്കാൻ നിൽക്കണം? ഉറങ്ങാതിരിക്കുക. ആ സമയത്ത് പോയി TV കാണുക, സിനിമ കാണുക, അങ്ങനെയല്ല. ആ സമയത്ത് പ്രാർത്ഥിക്കുക, ഈശ്വരന്റെ ഭഗവത്നാമങ്ങൾ അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താ വെച്ചാൽ അത് ചെയ്യുക. അല്ലാതെ വിനോദോപാധികളിലേക്ക് അധികം ശ്രദ്ധ പോവാതിരിക്കുന്നതാണ് ഒരു വ്രതം എടുക്കുമ്പോൾ നല്ലത്. കാരണം നമ്മുടെ മനസ്സിന് സഞ്ചാരം പോവും. ചിലപ്പോൾ അതിൽ വേറെ എന്താ നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്ന വല്ല സംഘർഷങ്ങളോ സങ്കടങ്ങളോ അതൊക്കെ വെച്ചാൽ വെറുതെ അത് മനസ്സിലേക്ക് എടുക്കാൻ നിൽക്കണല്ലോ, അത് ഒഴിവാക്കാൻ നോക്കുക. അതിനുശേഷം രണ്ടാമത് എന്താ ചെയ്യേണ്ടത്, രാത്രി ഇതേപോലെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാതിരിക്കാം. ഒരു നേരമൊക്കെ ഏകാദശി ദിവസം കഴിക്കണവരൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണോ തുടങ്ങിച്ച് അതുപോലെ കഴിക്കുക, അതേപോലെ തന്നെ ഉറങ്ങുക. പിറ്റേ ദിവസം ദ്വാദശിക്ക് ഇതേപോലെ തന്നെ രാവിലെ എണീക്കുക, കുളിക്കുക ഒക്കെ കഴിഞ്ഞിട്ട് പാരണ വിട്ടിട്ട് ഭഗവാനെ തൊഴ വെച്ചാൽ ദ്വാദശി പണം സമർപ്പിക്കാൻ കഴിയിച്ചാൽ ഗുരുവായൂർ പോയിട്ട് അത് ചെയ്യുക. അത് പറ്റിയില്ലെങ്കിൽ ഭഗവാൻ കാണുമല്ലോ, പോയി പ്രാർത്ഥിച്ചു തൊഴുക, അത്രയേ ഉള്ളൂ. ഏകാദശി ദിവസം മഹാവിഷ്ണുവിനെ ഒന്ന് ഒരു അമ്പലത്തിൽ പോയിട്ട് തൊഴ. ഗുരുവായൂർ ഏകാദശി ഇപ്പൊ ഗുരുവായൂരപ്പനെ പോയി തൊഴ പറ്റാച്ച 90% അല്ലെങ്കിൽ 100% അത് തന്നെയാണ് നല്ലത്. പക്ഷെ നിങ്ങൾ ദൂരെയാണ്, നിങ്ങൾക്ക് ഗുരുവായൂർ അന്ന് എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് തിരക്കാണ്, അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ പോകാൻ പറ്റിച്ചാൽ ഒന്നെങ്കിൽ ദീപസ്തംഭത്തിൽ നിന്നാലും തൊഴുക. അതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ, വരാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. അടുത്തുള്ള മഹാവിഷ്ണുവിന്റെ ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ പോയി തൊഴുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ അമ്പലം ഉണ്ടെങ്കിൽ പോയി തൊഴുക. അതും പറ്റിയില്ലെങ്കിൽ വീട്ടിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൂടെ, മൊബൈലൊക്കെ കിട്ടില്ലേ, ഭഗവാനെ പ്രാർത്ഥിക്കുക. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഭഗവാൻ എങ്ങനെ വിളിച്ചാലും വരും, അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കേൾക്കാതിരിക്കുന്നതാണ് വിചാരം. ഒന്നല്ല, എത്ര കോടി ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. കാരണം അത് ഭഗവാനാണ്, മനുഷ്യനല്ല. ഓക്കെ, അപ്പൊ അതെല്ലാം ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഏകാദശി വ്രതം നന്നായിട്ട് എടുക്കാൻ പറ്റട്ടെ. അതിന് മാത്രമല്ല, ഹരിവാസരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലെ, ഹരിവാസരത്തിന്റെ സമയം ഞാൻ പറഞ്ഞു തരാം. ഏകാദശി ദിവസം രാത്രി 7:28 മുതൽ പിറ്റേ ദിവസം ദ്വാദശി ദിവസം രാവിലെ 6:29 AM, അതായത് ഏകാദശി ദിവസം 7:30 PM ടു പിറ്റേ ദിവസം ദ്വാദശിയുടെ 6:30 AM വരെയാണ് ഏകദേശം ഹരിവാസരത്തിന്റെ സമയം. ഈ ഒരു സമയം പ്രത്യേകിച്ച് നിങ്ങൾ ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കുക, വെള്ളമൊക്കെ കുടിക്കുക. ഭക്ഷണമൊക്കെ അതിന് മുന്നേ തന്നെ നിർത്തിയിട്ട്
പൂർണ്ണമായിട്ടും ഈശ്വരനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് ഹരിവാസരം. ഈ ഏകാദശി നോക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന മഹാവിഷ്ണുവിന്റെ ചൈതന്യം മൊത്തം വരുന്ന ഒരു സമയമാണ് ഹരിവാസരം. അത് വളരെ നന്നായി നോക്കുക. ശരിക്കും പറഞ്ഞാല് നമ്മൾ മോക്ഷം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മോക്ഷവും, നല്ല കാര്യങ്ങളും, നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ജീവിതവും, പിതൃശാപത്തിൽ നിന്ന് മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് അതും, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു സമയമാണ് ഗുരുവായൂർ ഏകാദശി. ശരിക്കും പണ്ടൊക്കെ പറയാ വെച്ചാല് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം പിന്നെ അതായത് നമ്മുടെ ക്ഷേത്ര പ്രവേശനത്തിനൊക്കെ മുന്നേ തന്നെ എല്ലാ ആളുകൾക്കും ഭഗവാനെ വന്ന് തൊഴാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു ഗുരുവായൂർ ഏകാദശി ദിവസം. അപ്പൊ അത്രയും ആൾക്കാർക്ക് പുണ്യം കിട്ടണം എന്നാണ് പറയാം. വില്ലുമംഗലത്തിന്റെ കഥ തന്നെ അറിയാലോ അല്ലെ? എവിടെ തൊട്ട് അദ്ദേഹം ശുദ്ധം നോക്കി ആരും തൊടാതെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വന്ന് തൊട്ടാലും ഇങ്ങനെ കുളിച്ചുകൊണ്ടേ ഇരിക്കാത്രേ. അവസാനം പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഗുരുവായൂരപ്പം തന്നെ എന്തെങ്ങനെ എനിക്ക് പറ്റിയത്, ഇങ്ങനെ വില്ലുമംഗലം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എത്ര നേരം വെച്ചിട്ട് ശുദ്ധം മാറിക്കൊണ്ടേയിരിക്കും ആൾക്കാർ ഏകാദശി ദിവസം വന്ന് തൊട്ടിട്ടെ. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെയുള്ള സമയമാണല്ലോ. അപ്പൊ ഗുരുവായൂരപ്പൻ തന്നെ ഇങ്ങനെ തോന്നിച്ചു അത്രേ, അതിൽ എന്ത് മണ്ടത്തരം പറഞ്ഞ ഏകാദശി ദിവസം ഭഗവാനെ വന്ന് തൊടുന്നവരോ അല്ലെങ്കിൽ ഏകാദശി നോക്കുന്നവരൊക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പൊ വന്ന് തൊടുന്നവരൊക്കെ ആരാണ്? അങ്ങനെ എല്ലാ മനുഷ്യരിലും ആ ഭഗവത് ചൈതന്യാണെങ്കിൽ എന്തിനാ പോയിട്ട് ശുദ്ധമാറണേ എന്നുള്ളൊരു വലിയ ഒരു തത്വം വില്ലുമംഗലത്തിന് ഭഗവാൻ കാണിച്ചു കൊടുത്ത ദിവസം കൂടിയാണ് ഏകാദശി ദിവസം അല്ലെ? അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടിട്ടും വളരെ മഹത്തരമായിട്ടുള്ള നമ്മുടെ ശരിക്കും ആ ഒരു ഗുരുവായൂരപ്പന് മുമുക്ഷുക്കൾക്ക് എല്ലാം മോക്ഷവും എല്ലാം ആഗ്രഹിച്ചവർക്ക് എല്ലാം കൊടുക്കുന്ന, ധ്യാനിക്കുന്നവർക്ക് ആ സച്ചിദാനന്ദ രൂപത്തെ, ആ വിരാട് രൂപത്തെ കാണിച്ചു കൊടുക്കുന്ന ആ മഹത്തായ ദിവസത്തില് ഏവർക്കും ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും വെച്ചിട്ട് നന്നായിട്ട് വ്രതം പൂർത്തിയാക്കിയിട്ട് എല്ലാവർക്കും ആ വിഷ്ണുപാദത്തിലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ പോവാൻ സാധിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് ഇനി വരുന്നത് സ്വർഗവാതിൽ ഏകാദശി ഇതേപോലെ തന്നെ പോവട്ടെ എന്നാണ് കൂടി ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടാച്ചാൽ കമന്റ് നോക്കുക. വേറെ 1-2 എപ്പിസോഡും കൂടി ചിലപ്പോൾ ഏകാദശിയുടെ മഹാത്മ്യമായിട്ട് ഞാൻ പറയണ്ടാവും കേട്ടോ. ശരി, നമസ്കാരം.